തിരുവനന്തപുരം നഗരത്തിന്റെ മുക്കിലും മൂലയിലും പൊങ്കാലയാണ്. എല്ലായിടത്തും പൊങ്കാല അടുപ്പുകൾ കൂട്ടിയിരിക്കുന്നു. നമ്മൾ ഈ നിൽക്കുന്നത് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന്റെ ഔദ്യോഗിക വസതിയായ കന്റോൺമെന്റ് ഹൌസാണ്. തൊട്ടപ്പുറത്തുള്ളത് മന്ത്രി വി എൻ വാസവന്റെ വീടാണ്. അതിനിപ്പുറത്ത് രാമചന്ദ്രൻ കടന്നപ്പള്ളിയുടെ വീടുണ്ട്. അതിനപ്പുറത്ത് റവന്യൂ മന്ത്രി കെ രാജന്റെ വീടുണ്ട്. അദ്ദേഹത്തെ ഈ വീടുകളെല്ലാം ഒരു കോമ്പൗണ്ടിലാണ് സ്ഥിതി ചെയ്യുന്നത്. അതിനകത്താണ് ഈ പൊങ്കാല ഇടൽ ഇവിടെ നടക്കുന്നത്. പ്രതിപക്ഷ നേതാവിന്റെ ബന്ധുക്കളാണ്, മകള്, സഹോദരി അടക്കമുള്ള ആളുകളാണ് ഇവിടെ പൊങ്കാല ഇടുന്നതിന് വേണ്ടിയുള്ളത്. പ്രതിപക്ഷ നേതാവിന്റെ മകൾ ഉണ്ണിമായ ഇടുന്നുണ്ട്. പൊങ്കാലൊക്കെ ഇട്ട് കഴിഞ്ഞു, ഓൾമോസ്റ്റ് കഴിയാറായി. എന്താ ഇട്ടേ? ഞങ്ങള് നെയ് പായസം. എന്ത് പായസം? അത് ഇവിടെ ഒരു ഡിസൈഡിങ് ഫാക്ടറാണ്, നെയ്യ് അല്ലെങ്കിൽ ശർക്കര. എന്തോ ഉണ്ടാക്കിയത് എന്തോ വരും എന്നാണോ? അങ്ങനെയല്ല, ഞങ്ങളിപ്പോ അത് ഇടാൻ പോകുന്നേ ഉള്ളൂ. ഏതാണെന്ന് തീരുമാനിച്ചിട്ടില്ല. ശർക്കര ആയിരിക്കും. അത് തീരുമാനിച്ചു, ഞാൻ തീരുമാനിച്ചു. പിന്നെ പൊങ്കാല കഴിഞ്ഞ വർഷം ആദ്യമായിട്ടിട്ട്? അതെ അതെ അതെ. പെട്ടെന്ന് അങ്ങനെ ഒരു തോന്നല്, എങ്കിൽ ഇനി മുതൽ പൊങ്കാല ഇട്ടേക്കാമെന്ന് തോന്നാൻ? അങ്ങനെയൊന്നുമില്ല, ഞങ്ങള് കൊച്ചിയിലാണ് നിക്കാറ്. ഇപ്പൊ അച്ഛൻ ട്രിവാൻഡ്രത്തുണ്ട്, ഞങ്ങൾക്ക് ഇപ്പൊ ഇവിടെ ഒരു സ്ഥലം ഉണ്ടായിരുന്നു. അപ്പൊ ഞങ്ങള് വന്ന് പൊങ്കാല ഇട്ടും, അത്രേ ഉള്ളൂ. കഴിഞ്ഞ തവണ പൊങ്കാല ഇട്ടപ്പം എന്തെങ്കിലുമൊക്കെ ആഗ്രഹം ഉണ്ടാവും. അത് സക്സസ് ആയോ ഈ ഒരു വർഷത്തിനിടയിൽ? ഡെഫിനറ്റ്ലി അത് സക്സസ് ആയിട്ടുണ്ട്. അതുകൊണ്ടാണ് വീണ്ടും ഒരു വരവ് വന്നത്. അങ്ങനെയൊന്നുമില്ല, നമ്മൾ അങ്ങനെ അത്രയും പ്ലാൻ ചെയ്തിട്ടല്ല വരുന്നത്. ഇത്തവണ എന്താ പുറത്തു പറയാൻ പറ്റുന്ന, നമ്മൾ ഷെയർ ചെയ്യാൻ പറ്റുന്ന ആഗ്രഹമാണോ? അങ്ങനെ ഷെയർ ചെയ്യാൻ പറ്റുന്ന എന്താണ്, ഇപ്പം നമുക്ക് നല്ലൊരു അച്ഛന്റെ ആഗ്രഹങ്ങള് ഇതാവാൻ, ഫ്രൂഷനിൽ എത്താനായിട്ടാണ് മെയിനായിട്ട് പ്രാർത്ഥിക്കുന്നുണ്ട്. എന്റെ ആഗ്രഹം എന്ന് പറയുമ്പോൾ മുഖ്യമന്ത്രി അല്ല, അച്ഛന്റെ ആഗ്രഹം ഇപ്പോ കോൺഗ്രസിന് നല്ലൊരു റിസൾട്ട് വരിക എന്നുള്ളതാണ്. അത് ഉണ്ണിമായ അച്ഛനെ പോലെ ഒരു പൊളിറ്റിക്കലായോ മറുപടിയിലൊക്കെ? അല്ല, ഞാൻ ഇങ്ങനെ മറുപടി പറയുന്നത്, ഞാൻ നിങ്ങളിപ്പം വരും പോലും എനിക്ക് അറിയില്ലായിരുന്നു. അച്ഛൻ നേരത്തെ ഇങ്ങനെയാണ് പറഞ്ഞത്? അല്ല, ഞാൻ ആരും പഠിപ്പിച്ചതല്ല, എനിക്ക് നാച്ചുറലി തോന്നി ഉത്തരം പറഞ്ഞതാ. ആ ആഗ്രഹം അച്ഛനെടുക്കുന്ന ഒരു എഫർട്ടിന് റിസൾട്ട് ഉണ്ടാവും. അതെ അതെ, ആ റിസൾട്ട് വരണം എന്നാണ്. അതാണോ അത് പൊങ്കാല ഇടുന്നതിന് ഒരു കാരണമാണ്? അല്ല, അതിപ്പോ നമുക്ക് ഇപ്പൊ എനിക്ക് നന്നായിട്ട് പഠിക്കണം, അച്ഛന്റെ കാര്യമൊക്കെ ശരി, എന്റെ കാര്യങ്ങൾ ശരിയാക്കണ്ടേ, പഠിക്കണം എന്നൊക്കെ എനിക്ക് ആഗ്രഹം ഉണ്ട്. അങ്ങനത്തെ കാര്യങ്ങൾ എന്ത് ചെയ്യുന്നത്? ഞാന് റിസർച്ച് സ്കോളറാണ്. അങ്ങനെയൊക്കെ. ഇതൊക്കെ ബന്ധുക്കളാണ്, പ്രതിപക്ഷ നേതാവിന്റെ ബന്ധുക്കളാണ്. എന്തായാലും ഇവിടെ പൊങ്കാല ഇടുന്ന ചടങ്ങ് നടക്കുകയാണ്. പ്രതിപക്ഷ നേതാവും അല്പസമയം മുമ്പ് വന്നിരുന്നു. വന്നതിന് ശേഷം അവരോട് സംസാരിച്ചു. പ്രതിപക്ഷ നേതാവിന്റെ സഹോദരിയാണ് ആശ. ആയോ? റെഡിയായി? അതെ അതെ അതെ. എന്തായിട്ടെ? ശർക്കര തന്നെയാണോ? അതെ അതെ, നെയ് പായസം. എന്താ സഹോദരൻ ഒരു വലിയ പൊസിഷനിലാണ് ഇപ്പോൾ ഉള്ളത്. അതിൽക്കാൾ വലിയൊരു പൊസിഷനിൽ എത്തണം എന്നതൊക്കെ ഉണ്ടോ പൊങ്കാലയുടെ ആഗ്രഹം? നല്ല ആഗ്രഹങ്ങളൊക്കെ ഉണ്ട്, നടക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഒരു മുഖ്യമന്ത്രിയായി കാണണമെന്ന്? അങ്ങനെയല്ല, ചേട്ടൻ ചെയ്യുന്ന വർക്ക് നന്നായി വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പൊ അതിന്റെ റിസൾട്ട് കിട്ടട്ടെ, ചേട്ടന്റെ ആഗ്രഹം നടക്കട്ടെ എന്നാണ്. ചേട്ടന് തിരിച്ചു കൊണ്ടുവരാനാണല്ലോ നല്ല ഭൂരിപക്ഷത്തിൽ, അപ്പൊ അത് നടക്കട്ടെ എന്നാണ് പ്രാർത്ഥന. ഹാർഡ് വർക്കിന് റിസൾട്ട് അല്ലേ? അതെ, തീർച്ചയായിട്ടും. സന്തോഷം. മോള് പിന്നെ സ്ഥിരമായി പൊങ്കാല ഇടുന്നുണ്ട്. കഴിഞ്ഞ തവണ വന്നു, രണ്ടാമത്തെ പ്രാവശ്യം വരുന്നത്. രണ്ട് തവണ മാത്രമേ വന്നിട്ടുള്ളൂ അല്ലേ? അതെ. എന്തൊക്കെയാണ് ആഗ്രഹം? അച്ഛനെ കുറിച്ചുള്ള വല്ല പ്രതീക്ഷകളും കാര്യങ്ങളും ഉണ്ടോ? അച്ഛൻ ഹാപ്പി ആയിട്ടിരിക്കുക. പിന്നെ എങ്ങനെയുണ്ട് പൊങ്കാല മൊത്തത്തിൽ നോക്കുമ്പോൾ? പൊങ്കാല വളരെ സന്തോഷകരമായ ഒരു അനുഭവമാണ്. കാരണം തിരുവനന്തപുരത്ത് എല്ലാവരും ഈ ആഘോഷത്തിൽ പങ്കുചേരുകയും അവർ ആതിഥേയരായി മാറുകയും ചെയ്യാണ്. എനിക്ക് തോന്നുന്നു ഇത് മൊത്തം സഹോദരി ആശയുണ്ട്, മറ്റു ബന്ധുക്കളുണ്ട്. അവരെല്ലാവരും ആദ്യമായിട്ടാണ് വരുന്നത്. മോള് മാത്രം കഴിഞ്ഞ പ്രാവശ്യം പങ്കെടുത്തിട്ടില്ല, അവരെല്ലാം ആദ്യമായിട്ടാണ് വരുന്നത്. വേറൊരു കാര്യം, നമ്മളിപ്പോ നിൽക്കുന്നത് പ്രതിപക്ഷ നേതാവിന്റെ ഔദ്യോഗിക വസതിയായ കന്റോൺമെന്റ് ഹൌസിന്റെ മുമ്പിലാണ്. അടുത്ത വർഷത്തെ പൊങ്കാല വരുമ്പം ക്ലിഫ് ഹൌസ് എന്ന മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക വസതിയുടെ സമീപത്തേക്കൊക്കെ. അല്ല, എന്റെ ദൌത്യം ഇപ്പൊ ക്ലിഫ് ഹൌസിൽ ഒരു കോൺഗ്രസുകാരനായ ഒരാളെ മുഖ്യമന്ത്രിയാക്കി കൊണ്ടുവരിക എന്നുള്ളതാണ്. അത് കൊണ്ടുവന്നിരിക്കും. അതാണ് യാത്രയിലൊക്കെ അതിന്റെ ഒരു ഇമ്പാക്ട് കാണുന്നത്. ഉറപ്പായിട്ടും ഒരു കോൺഗ്രസുകാരനായ മുഖ്യമന്ത്രി ക്ലിഫ് ഹൌസിലുണ്ടാവും അടുത്ത പൊങ്കാല സമയത്ത്. അതാണ് എന്റെ ദൌത്യം. ഹൈക്കമാൻഡ് തീരുമാനിക്കട്ടെ, അതൊക്കെ പാർട്ടിയല്ലേ തീരുമാനം. പക്ഷെ അക്കാര്യത്തിൽ ഒരു ഉറപ്പ് പറയാൻ പറ്റും. ഉറപ്പായിട്ടൊരു കോൺഗ്രസുകാരനായ മുഖ്യമന്ത്രി ക്ലിഫ് ഹൌസിലുണ്ടാവും, സംശയമൊന്നും വേണ്ട. കൂടുതൽ CPM നേതാക്കൾ പല സ്ഥലത്തും യാത്രയിൽ കോൺഗ്രസിനൊപ്പം UDFന്റെ ഭാഗമാ കാഴ്ചയൊക്കെ പതിവില്ലാത്ത തരത്തിൽ കണ്ടു. ധാരാളം ആളുകൾ, അത് വലിയൊരു
ഒരു സാധാരണ സംഭവിക്കാത്തൊരു കാര്യമാണ്. ഒരുപാട് ആളുകൾ കോൺഗ്രസിലേക്ക് ചേരുകയാണ്. CPM-ന്റെ വളരെ പ്രധാനപ്പെട്ട ലോക്കൽ നേതാക്കൾ, ഞാൻ തന്നെ ഒരുപാട് ആളുകൾക്ക് മെമ്പർഷിപ്പ് കൊടുത്തു. ഈ സ്ഥാനാർത്ഥി പട്ടിക റെഡിയാണോ? 40 റെഡിയാണോ? 40 നമ്മള് ഇന്നിപ്പോ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചാൽ 24 മണിക്കൂറിനകം നമുക്ക് 50 പേരെ പ്രഖ്യാപിക്കാൻ പറ്റും. ഒരു 3 ദിവസം കഴിഞ്ഞാൽ 60 ആവും അത്. അപ്പൊ ഞങ്ങൾക്ക് ഒരു തർക്കമില്ലാതെ വളരെ ഭംഗിയായിട്ട് ഇത് ചെയ്യാം.